ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നെത്തോലി കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. നമ്മൾ 2 ദിവസം മുമ്പ് നെത്തോലി കൊണ്ട് മറ്റൊരു വിഭവം ചെയ്തപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ മീനിന് പറയാന്നുള്ളത് കമൻ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പല പേരുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ വത്തൽ എന്ന് വിളിക്കുന്ന ഈ ഒരു മീനിന് ഇത്രത്തോളം പേരുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാമല്ലേ. ഞാനിവിടെ 250 ഗ്രാം വത്തൽ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വാലും തലയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുള്ളൊന്ന് കളഞ്ഞെടുക്കണം. ഒരുപാട് പണിയൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ നമ്മൾ വയറ് കീറിയ ഭാഗമല്ലേ, അവിടെ താഴ്ഭാഗത്ത് 2 സൈഡിലും പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഈ വത്തൽ ഇങ്ങനെ പിളർന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ മുള്ള് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടർത്തി മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം, കണ്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും പണിയെടുത്തിട്ടൊക്കെ ഇപ്പോൾ ഇത് ഉണ്ടാക്കണമെന്ന്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ളൊരു മീനാണ് കേട്ടോ ഈ വത്തൽ, അതുപോലെ ചെറിയ മത്തിയൊക്കെ. അപ്പോൾ കുറച്ച് പണിയെടുത്താലും വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. ഞാനിതെല്ലാം ഒന്ന് മുള്ള് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോവണ്ട. എന്നിട്ടതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് മീഡിയം സൈസിലുള്ളൊരു സവാളയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞതും, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും, 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും, 2-3 തണ്ട് കറിവേപ്പില അരിഞ്ഞതും, 1 ടീസ്പൂൺ മുളക് പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഈ കോൺഫ്ലവർ ഇല്ലെങ്കിൽ അതിന് പകരം അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ മുള്ള് കളഞ്ഞതിന് ശേഷം നെത്തോലി കഴുകിയതുകൊണ്ട് തന്നെ അതിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം അധികമാണെങ്കിൽ കുറച്ചും കൂടെ പൊടി ചേർത്ത് കൊടുക്കുക. നമുക്ക് കൈ വെച്ചിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കാനുള്ള പാകത്തിന് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ പിടി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ഈ ഒരു മത്സ്യം നിങ്ങൾ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ അതിന് ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മളിതിപ്പോൾ പൊരിച്ചിട്ടൊക്കെ കഴിക്കുന്ന മീൻ തന്നെയാണല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ മുള്ള് പേടിച്ചിട്ട് കഴിക്കാത്തവരുണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം നല്ലതാണെന്ന്. അപ്പം അത് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കാത്തൊരു ഫാറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള മത്സ്യങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്കത് ശരീരത്തിലെത്തുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ വത്തൽ മീൻ കഴിക്കാത്ത കുട്ടികളൊക്കെ കഴിച്ചോളും. ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്